Good morning, children. Once again, welcome back to ICT class. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ അധ്യായം. ഓക്കെ, വെൻ ലൈൻസ് മീറ്റ്, അതായത് വരകൾ കൂട്ടിമുട്ടുമ്പോൾ എന്നുള്ള അധ്യായത്തിൻ്റെ റിവിഷനാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഹൗ ക്യാൻ വി ഓപ്പൺ ജിയോജിബ്ര? എങ്ങനെയാണ് ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്നുള്ള രീതിയിലാണ് ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആംഗിൾസ് കാണാൻ പഠിച്ചു അല്ലേ? ഓക്കെ, ആംഗിൾസ് കാണാൻ പഠിച്ചു, ലൈൻസ് ഡ്രോ ചെയ്യാൻ പഠിച്ചു, അതേപോലുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഡിഫറെൻറ്റ് ഷേപ്സ്, പോളിഗൺസ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പഠിച്ചു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇതാണ് ജിയോജിബ്രയുടെ മെയിൻ വിൻഡോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈൻ ടൂൾ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഓൺ തേർഡ് ഐക്കൺ. ഓക്കെ, ആൻഡ് ക്ലിക്ക് ഓൺ ലൈൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക, ദെൻ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ലൈൻ, ഈ ടൂളിൽ ദെൻ ദർ ഇസ് എ ടൂൾ, സെഗ്മെന്റ് ടൂൾ. ഓക്കെ, ക്ലിക്ക് ഓൺ സെഗ്മെന്റ് ടൂൾ ആൻഡ് എന്ത് ചെയ്യുക? രണ്ട് പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾസ് കാണണം. ഹൗ ക്യാൻ വി മെഷർ ആംഗിൾസ്? എങ്ങനെയാണ് ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? ഇവിടെ ആംഗിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ദർ ഇസ് എൻ ഓപ്ഷൻ ആംഗിൾ. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ആംഗിൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്തണം അല്ലേ? ഇതിനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇന്റർസെക്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ദി ടു ലൈൻസ്. ഓക്കെ, അവിടെ ഇന്റർസെക്ഷൻ പോയിന്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആംഗിളിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബി ഇ സി. ഓക്കെ, ബി ഇ സി. ആ രീതിയിലാണ് നമ്മൾ ആംഗിൾ ക്ലിക്ക് ചെയ്തത്. 68.14 ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സി ഇ എ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഓക്കെ, ആംഗിളിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇതേപോലെ ആംഗിൾസ് കാണാം. ഓക്കെ, ക്ലിക്ക് ഓൺ ദീസ് 3 പോയിന്റ്സ്. ഓക്കെ, പോയിന്റ് വാല്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓപ്ഷൻസ്, റൗണ്ടിങ് ആൻഡ് 0 ഡെസിമൽ പ്ലേസസ് ക്ലിക്ക് ചെയ്താൽ എന്താണ്? പോയിന്റ് വാല്യൂസ് ഒഴിവാക്കാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ 68 ഡിഗ്രി എന്താണ്? 68 ഡിഗ്രി തന്നെ നമുക്ക് 68 ഡിഗ്രി 112. ഓക്കെ, 112. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ആംഗിൾസ് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് പോളിഗൺസ്, ഡിഫറെൻറ്റ് പോളിഗൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്ലിക്ക് ഓൺ പോളിഗൺ ടൂൾ.
ഓരോ പോയിന്റ്സും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള പോളിഗൺസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഈ ചാപ്റ്ററിന് നോട്ടൊക്കെ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പം നോട്ട്സൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ നമ്മുടെ എക്സാം ഒക്കെ ആവാറായി, ഇനി അത്ര ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. ഓക്കെ ചിൽഡ്രൻ, ഹാവ് എ ഗുഡ് ഡേ.